ഗ്രാമത്തിൽ ഇന്നൊരു നല്ല ദിവസമാണ്. കമല ഒരു വലിയ കൊട്ടാരം വൃത്തിയാക്കുകയായിരുന്നു. അവർ ഒരു വളരെ പഴയ സാരി ഉടുത്തിരുന്നു. അവരുടെ മുഖത്ത് പ്രായത്തിനുള്ള ചുളിവുകൾ കാണാമായിരുന്നു. അപ്പോഴാണ് രമേശ് അവിടേക്ക് വന്നത്. അദ്ദേഹം കോസ്റ്റ്ലിയായ വസ്ത്രം അണിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് അഹങ്കാരമുണ്ടായിരുന്നു. അദ്ദേഹം മനഃപൂർവ്വം കമല വൃത്തിയാക്കിയ ആ സ്ഥലത്ത് ഷൂ ഇട്ടുകൊണ്ട് നടന്നു വന്നു. കമല, ഞാൻ അകത്ത് വരുന്നത് നിനക്ക് കാണുന്നില്ലേ? രാവിലെ തന്നെ മൂഡ് സ്പോയിൽ ചെയ്യുന്നു. ക്ഷമിക്കൂ രമേശ് സാറേ, ഞാൻ ഇപ്പോൾ തന്നെ ഇത് വൃത്തിയാക്കിയേക്കാം. നിങ്ങൾ അകത്ത് ചെന്നിരിക്കൂ. വെറുതെ സംസാരിക്കണ്ട. ജോലിക്കാരി പോലെ തന്നെ ഇരിക്കെ. സിറ്റിയിൽ നിന്ന് എന്റെ ഫ്രണ്ട് സുരേഷ് വരുന്നു. വീട് ഒരുപാട് ക്ലീൻ ആയിട്ടുണ്ടാവണം. ഇങ്ങനെ പറഞ്ഞിട്ട് രമേശ് അകത്തേക്ക് ചെന്നു. കമലയ്ക്ക് ദേഷ്യമൊന്നും വന്നില്ല. അവർ വീണ്ടും ചൂലെടുത്തു. എന്നിട്ട് വീണ്ടും ശാന്തമായി അവിടെ വൃത്തിയാക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം ആ കൊട്ടാരത്തിന്റെ വലിയ ഹാളിൽ രമേശ് വളരെ സമാധാനത്തോടെ ഇരിക്കുകയായിരുന്നു. വളരെ അഹങ്കാരത്തോടെ കാല് ടേബിളിന് മുകളിൽ വെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മുന്നിലായി അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ സുരേഷ് ഇരുന്നു. ആ കൊട്ടാരത്തിലുള്ള ഭംഗിയും സൗന്ദര്യവും കണ്ട് അദ്ദേഹം അതിശയിച്ചു പോയി. എടാ രമേശ്, നീ ഒരുപാട് അടിപൊളി ചെയ്തിട്ടുണ്ട്. ഈ ഗ്രാമത്തിലെ ഒരുപാട് വലിയ ബംഗ്ലാ ഇത്ര കുറഞ്ഞ വാടകയ്ക്ക് എങ്ങനെ കിട്ടിയത്? ഷെടാ സുരേഷ്, ഇത് രമേശിന്റെ ബുദ്ധിയാണ്. ഈ വീടിന്റെ സിറ്റി ഏജന്റ് ഉണ്ടല്ലേ, ഞാൻ അവന് സംസാരിച്ച് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് കമല ഒരു ട്രേയിൽ ചായ എടുത്തുകൊണ്ട് അവിടേക്ക് വന്നത്. അവർ അത് കൊണ്ടുവന്ന് ടേബിളിന് പുറത്ത് വെച്ചു. ശരി, ഇതാരാണ്? നിന്റെ ജോലിക്കാരിയാണോ? ആ, ഇവര് കമല. ഈ വീടിനോടൊപ്പം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അവർ എല്ലാവർക്കും ചായ കൊടുത്തിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. കുറച്ചു സമയം അവർ രമേശിനെ ഒരു വ്യത്യാസമായ രീതിയിൽ നോക്കി. രമേശിന് ഇക്കാര്യം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്താ ഇങ്ങനെ കാണുന്നത്? ഇവിടെ നിന്ന് പോയേക്ക്. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് നല്ല ഭക്ഷണം ഉണ്ടാക്ക്. ശരി മോനെ, നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. ആഹാരം വളരെ രുചികരമായി ചെയ്യാം. നിങ്ങൾ ചെന്ന് വിശ്രമിക്കൂ. കമല ആത്മവിശ്വാസത്തോടെ തിരിഞ്ഞു. എന്നിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു. സുരേഷിന് അവരുടെ ഈ രീതി അല്പം വ്യത്യാസമായി തോന്നി. പക്ഷെ അദ്ദേഹം അത് വലുതായി കൂട്ടാക്കിയില്ല. കുറച്ചു സമയത്തിനകം പാചകമുറിയിൽ കമല വളരെ വ്യത്യാസമായ ഒരുപാട് സാധനങ്ങൾ ചെയ്തു. അവർ കുറച്ചു സമയത്തിനകം തന്നെ തന്റെ ജോലിയൊക്കെ ചെയ്ത് തീർക്കാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് രമേശ് ഷൂ ഇട്ട കാലോടെ അടുക്കളയിലേക്ക് വന്നത്. ആ തറയിൽ അവിടെ ഷൂവിന്റെ അടയാളം പതിഞ്ഞിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് ദേഷ്യമുണ്ടായിരുന്നു. കമല, ഇന്ന് രാജവിരുന്ന് നടക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ? എന്തിനായി സാധാരണ സാമ്പാർ ചെയ്യുന്നത്? രമേശ് മോനെ, ഇത് സാധാരണ സാമ്പാർ ചോറല്ല. ഇത് ഈ ഗ്രാമത്തിന്റെ ഏറ്റവും വിലമതിക്കാവുന്ന ബസുമതി റൈസ് ആണ്. പിന്നെ പരിപ്പിലിട്ടിരിക്കുന്ന ഈ മസാലയുണ്ടല്ലോ, അത് ഈ ഗ്രാമം മുഴുവനും നിറഞ്ഞു നിൽക്കും. അങ്ങ് കുറച്ചത് കഴിച്ചു നോക്കൂ. ഇത് നല്ല ഭക്ഷണമാണെന്ന് നീ എനിക്ക് പറയണ്ട. വീണ്ടും ഇതുപോലെ നീ സംസാരിച്ചാൽ ആ ക്ഷണം തന്നെ നിന്നെ വീടിൽ നിന്നും പുറത്താക്കും. ഓർമ്മ വെച്ചോളൂ, ഈ വീടിന്റെ രാജാവ് ഞാനാണ്. കമല രമേശിനെ നോക്കി. അവരുടെ മുഖത്തെ വേദന നന്നായി അറിയാൻ സാധിച്ചു. ആദ്യമായി രമേശ് ചെറുതായൊന്നു പേടിച്ചു. എന്നിട്ട് ഒരടി പുറകിലോട്ട് എടുത്തു വെച്ചു. അങ്ങ് പറയുന്നത് നേരാണ് സാർ. ഞാൻ എന്റെ കടമകൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അങ്ങ് ദേഷ്യപ്പെടാതിരിക്കൂ. ഞാൻ ആഹാരമൊക്കെ ടേബിളിൽ എടുത്തു വെക്കാം. രമേശ് ദേഷ്യത്തോടെ എന്തോ പറയാൻ തുടങ്ങി. അതിനുശേഷം വീണ്ടും അവിടെ നിന്നും അദ്ദേഹം പോയി. കമല അദ്ദേഹത്തെ നോക്കി ചെറുതായി ചിരിച്ചു. എന്നിട്ട് വീണ്ടും തന്റെ ജോലികൾ ചെയ്യാൻ തുടങ്ങി. വൈകുന്നേരം രമേശും സുരേഷും കോസ്റ്റ്ലിയായ വസ്ത്രം ഇട്ടുകൊണ്ട് ഗ്രാമത്തിലെ മാർക്കറ്റിനടുത്തുകൂടി നടന്നു ചെന്നു. അങ്ങനെ നടന്നു ചെല്ലുമ്പോൾ അവർ തൊട്ടടുത്ത് നിന്നവരെയൊക്കെ വളരെ ഇളുക്കിയരായി നോക്കി. ഗ്രാമത്തിന്റെ നേതാവായ രാംലാൽ പെട്ടെന്ന് രമേശിനെ ശ്രദ്ധിച്ചു. അദ്ദേഹം അവരെ കൈ കാണിച്ചു വിളിച്ചു. ഇതാ രമേശ് മോനെ, കുറച്ച് ഇവിടെ നോക്ക്. നിന്നോട് ഒരു മുഖ്യമായ കാര്യം സംസാരിക്കണം. ആ വലിയ ബംഗ്ലാവിനെ പറ്റി. രമേശ് രാംലാലിനടുത്തേക്ക് ചെന്നു. സുരേഷും അദ്ദേഹത്തോടൊപ്പം അവിടേക്ക് ചെന്നു. പറയൂ രാംലാൽ സർ, എന്താ കാര്യം? പറയണമെങ്കിൽ ആ വലിയ ബംഗ്ലാവിനെ ഞാൻ എനിക്ക് സ്വന്തമായിട്ട് മാറ്റാൻ പോകുന്നുണ്ട്. അങ്ങനെയാണോ? ആ ബംഗ്ലാവിന്റെ ശരിക്കുമുള്ള മുതലാളി ആരാണെന്ന് നിങ്ങൾക്ക് അറിയുമോ? അതറിഞ്ഞ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? എന്റെ അടുത്ത് പൈസ ഉണ്ട്. അവർ ചോദിക്കുന്ന കാശ് ഞാൻ തരാൻ പോകുന്നുണ്ട്. ആ മുതലാളിയും സമ്മതിക്കും. രമേശ് മോനെ, ഒരുപാട് അഹങ്കാരം ശരീരത്തിന് നല്ലതല്ല മോനെ. ശരി, ഞാൻ നാളെ തന്നെ ആ ബംഗ്ലയിലേക്ക് വരുന്നു, ശരിക്കുമുള്ള മുതലാളിന്റെ വിവരങ്ങൾ എടുത്തുകൊണ്ട്. രമേശ് ഇക്കാര്യം തമാശയായി എടുത്തു.
പക്ഷേ സുരേഷിന്റെ മുഖത്ത് ചെറുതായൊരു വിഷമമുണ്ടായിരുന്നു. അന്ന് രാത്രി രമേശും സുരേഷും ഡിന്നർ കഴിച്ചു കഴിഞ്ഞു. കമല അവിടെ വൃത്തിയാക്കുകയായിരുന്നു. അപ്പോഴാണ് രമേശിന്റെ കൈ ടേബിളിലുണ്ടായിരുന്ന ഗ്ലാസ്സിൽ അറിയാതെ കൊണ്ടത്. അതിലുണ്ടായിരുന്ന വെള്ളം തറയിൽ കമലയുടെ കാലിനടുത്തായി വന്നു വീണു. ഓഹോ, അറിയാതെ തട്ടിവിട്ടു. കമല, അത് കുറച്ച് വൃത്തിയാക്ക്. ഇവിടെ നോക്ക്, രാവിലെ വേഗം എണീക്കണം. നാളെ രാംലാൽ വരാൻ പോകുന്നുണ്ട്. ചേടാ രമേശ്, നീ എന്തിനാ ഇവരെ രാത്രി 11 മണി വരെ ജോലി ചെയ്യാൻ വെക്കുന്നു? ഇത് നല്ല കാര്യമല്ല. ജോലിക്കാരനെ കരുണ കാണിച്ചാൽ ഇവരെ തലയിൽ ഏറി നിൽക്കും. തലയെഴുത്തു മാറാൻ ഒരുപാട് സമയമാകില്ല രമേശ് മോനെ. ദൈവത്തിന്റെ വീട്ടിൽ സ്നേഹമുണ്ടാകും, ഇരുട്ടുണ്ടാകില്ല. നാളത്തെ ദിവസം വിശേഷമായ ദിവസമാണ്. അതെ, നാളെ വലിയ ദിവസമാണ്. കാരണം നാളെ തന്നെ ഞാൻ ഈ വീടിന്റെ മുതലാളിയായിട്ട് മാറാൻ പോകുന്നുണ്ട്. കമല അവിടെയൊക്കെ വൃത്തിയാക്കി കഴിച്ച പ്ലേറ്റ് ഒക്കെ എടുത്തു. എന്നിട്ട് അവിടെ നിന്നും പോയി. രമേശ് ഇപ്പോഴും ഭയങ്കരമായി അവരെ നോക്കി ചിരിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം രമേശും സുരേഷും ഹാളിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് രമേശിന്റെ ഫോൺ റിംഗ് ആയത്. അദ്ദേഹം പെട്ടെന്ന് ആ ഫോൺ കയ്യിലെടുത്തു. ഹലോ, പറയൂ ശർമ്മ, എന്താ കാര്യം? ആ മുതലാളിന്റെ അടുത്ത് സംസാരിച്ചോ? രമേശ് സാറേ, ഞാൻ നിങ്ങളോട് മുൻപ് തന്നെ പറഞ്ഞു ആ പ്രോപ്പർട്ടിന്റെ കാര്യം ശരിയായിട്ട് ഇല്ല എന്ന്. ശരിക്കുമുള്ള മുതലാളി അവർ തന്നെ നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. അവരുടെ അടുത്ത് ഒറിജിനൽ പത്രങ്ങളുണ്ട്. എന്ത്? പക്ഷേ സിറ്റിയിലുള്ള ഏതോ ഒരു വലിയ പൈസക്കാരനല്ലേ നീ പറഞ്ഞത്? അവരുടെ പേരെന്താ? എന്നെ ക്ഷമിച്ചേക്കൂ രമേശ് സാറേ, അവരുടെ പേര് ഒരുപാട് രഹസ്യമായിട്ട് ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഇത് കേട്ടതും രമേശ് ഒരു ഞെട്ടലോടെ തന്റെ ഫോണിലേക്ക് നോക്കി. അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് സുരേഷ് പെട്ടെന്ന് തന്റെ സ്ഥലത്ത് നിന്നും എണീറ്റ് നിന്നു. അദ്ദേഹത്തിന്റെ മുഖത്തെ വിഷമം നന്നായി കാണാൻ സാധിച്ചു. രമേശ്, എനിക്കിത് ശരിയായിട്ട് തോന്നുന്നില്ല. നീ പേടിക്കണ്ട സുരേഷ്, ഏതെന്തെങ്കിലും പൈസന്റെ മുൻപ് ഞാനാണ് വിജയിക്കും. അപ്പോഴാണ് കമല അവിടേക്ക് വന്നത്. അവരുടെ കയ്യിൽ അലക്കിയ തുണികളുള്ള ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു. അവർ അതേ പഴയ നിറമങ്ങിയ സാരി ഉടുത്തിരിക്കുകയാണ്. കമല, വേഗം തന്നെ ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോയേക്ക്. നിന്റെ അവസ്ഥ കണ്ടോ? ഇത്ര മുറിക്കുള്ള വസ്ത്രങ്ങൾ ഇട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് പോയേക്ക്. പിന്നെ മുതലാളി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ചായയോ വെള്ളമോ ആര് കൊടുക്കും? ഞാൻ ചായ പുറത്തുനിന്ന് വാങ്ങിച്ചോളൂ. പോക്, പുറത്ത് വരണ്ട, മനസ്സിലായോ? കമലയ്ക്ക് പെട്ടെന്ന് വല്ലാതെ വിഷമം വന്നു. പക്ഷെ അവർ തന്നെ സമാധാനിപ്പിച്ചു. പിന്നെ അവർ ആ സ്ഥലത്തു നിന്നും പോയി. കുറച്ചു സമയത്തിന് ശേഷം രാംലാൽ അവിടേക്ക് വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഭംഗിയുള്ള ബ്രീഫ് കേസ് ഉണ്ടായിരുന്നു. രമേശ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. വരൂ വരൂ രാംലാൽ സാറേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തുകൊണ്ടിരുന്നത്. ഇരിക്കൂ. നിങ്ങളുടെ ശരിക്കുമുള്ള മുതലാളി വന്നിട്ടില്ല? അദ്ദേഹം വരുന്നുണ്ടോ? രാംലാൽ ഇരുന്നില്ല. അദ്ദേഹം ചെറിയ ചിരിയോടുകൂടി തന്റെ ബ്രീഫ് കേസ് ഓപ്പൺ ചെയ്തു. പിന്നെ അതിൽ നിന്നും ആ വീടിന്റെ പത്രം എടുത്തു. രമേശ് മോനെ, മുതലാളി വരുന്നില്ല. മുതലാളി ഈ വീട്ടിൽ തന്നെ മുൻപ് തന്നെ ഉണ്ട്. ഈ വീട്ടിലുണ്ടോ? എന്താ പറയുന്നത്? രമേശ്, എനിക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ട്. ഇദ്ദേഹം കള്ളം പറയില്ലല്ലേ? രാംലാൽ വളരെ മര്യാദയോടെ തന്റെ തല അനക്കി. മുതലാളി, എല്ലാം റെഡി ആയിട്ടുണ്ട്. ദയവായിട്ട് പുറത്ത് വരണം. ഇവരെ നിങ്ങൾക്ക് വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്നു. രമേശും സുരേഷും വളരെ അതിശയത്തോടെ അവിടേക്ക് നോക്കി. അപ്പോഴാണ് ചലങ്കയുടെ ശബ്ദം ആ വീട് മുഴുവനും കേൾക്കാൻ തുടങ്ങിയത്. കതകു തുറന്നുകൊണ്ട് കമല അകത്തേക്ക് വന്നു. ഇന്നവർ ഭംഗിയുള്ള വസ്ത്രവും സ്വർണങ്ങളും അണിഞ്ഞിരിക്കുകയായിരുന്നു. അവരുടെ ഈ രൂപം കണ്ടിട്ട് രമേശും സുരേഷും ഞെട്ടി നിൽക്കുകയായിരുന്നു. കമല, ഇത് എന്ത് ഡ്രാമാവാണ്? നീ ഈ കോസ്റ്റ്ലി സാരി എവിടെ നിന്ന് മോഷ്ടിച്ചോ? ഈ റൂമിൽ നിന്ന് പുറത്തു പോ. നിനക്ക് എത്ര ധൈര്യം? മര്യാദയോട് സംസാരിക്കണം രമേശ് മോനെ. ഇവർ ഈ വീടിന്റെ ജോലിക്കാരിയല്ല. ഇവരാണ് ശ്രീമതി കമലാദേവി. ഈ ഗ്രാമത്തിലിരിക്കുന്ന ഒരു വലിയ ജമീന്ദാറാണ്. പിന്നെ ഈ വലിയ കൊട്ടാരത്തിന്റെ ഒറ്റ മുതലാളിയാണ്. എന്ത്? ഇവര് മുതലാളിയോ? എന്റെ ദൈവമേ, ഇവിടെ എന്താ നടക്കുന്നത്? ഇല്ല, ഇത് കള്ളമാണ്. ഇവര് എന്റെ ജോലിക്കാരിയാണ്. എന്റെ വീടൊക്കെ ദിവസം വൃത്തിയാക്കുന്നവരാണ്. ഇവരെങ്ങനെ മുതലാളിയാവാൻ പറ്റും? രാംലാൽ സർ, ഇതിലേതോ ഒരു തെറ്റുണ്ട്. കമല മുൻപിലോട്ട് വന്നു. പിന്നെ വളരെ ആത്മവിശ്വാസത്തോടെ ആ സോഫയിൽ ചെന്ന് അവർ ഇരുന്നു. ഇതൊന്നും വെറും നുണയല്ല രമേശ് മോനെ. ഈ വീട്, ഈ സ്ഥലം, പിന്നെ ഇപ്പോൾ നീ എവിടെയാണ് നിന്നുകൊണ്ടിരിക്കുന്നത്, അതെല്ലാം എന്റേതാണ്. എന്റെ മുൻഗാമികളാണ് ഈ ബംഗ്ലാവ് കെട്ടിയത്. പിന്നെ എന്തിനാണെങ്കിൽ ഇവിടെ ഒരു ജോലിക്കാരിയായിട്ട് ജോലി ചെയ്യണം? എന്നെ എന്തിനാ പറ്റിച്ചത്? പറ്റിച്ചത് ഞാനല്ല,
നീ തന്നെത്താനെ പറ്റിപ്പോയതാണ്. എന്റെ പാരമ്പര്യ വീട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഈ വീട് നീ വാടകയ്ക്ക് വാങ്ങിയപ്പോൾ എന്റെ വീട്ടിലേക്ക് വാടകയ്ക്ക് വരുന്നവൻ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ടായി. പക്ഷെ നീ എന്താണ് ചെയ്തത്? നിന്റെ കയ്യിൽ പണമുള്ള അഹങ്കാരം കാരണം ഒരു പാവപ്പെട്ട സ്ത്രീയെ മനുഷ്യയായി പോലും കണ്ടില്ല. നീ കരുതി പണമാണ് എല്ലാമെന്ന്. ഇന്ന് ഇതേ സ്ഥലത്ത് നിന്റെ ആ അഹങ്കാരത്തെ ഞാൻ തവിടുപൊടിയാക്കുന്നതാണ്. എവിടെയാണോ ഞാൻ വൃത്തിയാക്കിയത് അവിടെ. രമേശിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഉടനെ അവൻ മുട്ടുകുത്തി നിന്ന് മാപ്പ് ചോദിച്ചു. അവൻ ചെയ്ത വലിയ തെറ്റ് അവന് മനസ്സിലാകാൻ തുടങ്ങി. മുതലാളി, എന്നെ ക്ഷമിച്ചേക്ക്. ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണ്ട. ഞാൻ നിങ്ങളുടെ കണ്ടീഷനെ ഏൽക്കുന്നു. ഞാൻ ഇനി ഏതൊരു പാവപ്പെട്ടവനെയും അവമാനിക്കില്ല. എനിക്ക് ഒറ്റ അവകാശം തരണം. മാപ്പ് അവർക്കാണ് കിട്ടുക, അറിയാതെ തെറ്റ് ചെയ്യുന്നവർക്ക് മാത്രം. നീ മനുഷ്യത്വമില്ലാതെ പെരുമാറുന്നവനാണ്. ഏതൊരു മനുഷ്യനെ കൊണ്ട് പാവപ്പെട്ടവന്റെ വികാരത്തെ ബഹുമാനിക്കാൻ കഴിയുന്നുവോ അവനാണ് എന്റെ വീട്ടിൽ താമസിക്കാൻ അർഹതയുള്ളവൻ. രാംലാൽ അവരുടെ വസ്തുക്കളും ബാഗും പുറത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ കമല അവരെ പുറത്തേക്ക് പോകാനായി ആംഗ്യം കാണിച്ചു. രമേശ് വീണ്ടും വീണ്ടും അവരോട് മാപ്പ് ചോദിച്ചു. പക്ഷേ കമല തന്റെ തീരുമാനം മാറ്റിയതേ ഇല്ല. അപ്പോഴാണ് സുരേഷ് രമേശിന്റെ തോളത്ത് കൈവച്ചത്. വരൂ രമേശ്, നീ കരയുന്നത് കാരണം ഒന്നും നടക്കില്ല. നമ്മൾ പെൻസിംഹത്തിനെ ആടെന്ന് കരുതി ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. നീ ചെയ്തത് വലിയ തെറ്റാണ്. നമ്മൾ ഇവിടുന്ന് പോവാം. അതിനുശേഷം രമേശും സുരേഷും അവിടെ നിന്നും പുറപ്പെട്ടു പോയി. പിന്നെ കമല തന്റെ ബംഗ്ലാവിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അവർ അവർക്ക് താഴെ ജോലി ചെയ്യുന്ന എല്ലാ ജോലിക്കാരെയും എപ്പോഴും വളരെ മര്യാദയോടുകൂടിയും വളരെ സ്നേഹത്തോടെയും പെരുമാറുമായിരുന്നു. ഇവിടെ ഈ പാഠമാണ് പഠിച്ചത്. എല്ലാ മനുഷ്യരോടും ബഹുമാനത്തോടു കൂടി പെരുമാറണം. അവൻ ഏത് ജോലി ചെയ്താലും പ്രശ്നമില്ല. ഈ പാഠത്തോടു കൂടി ഈ കഥ അവസാനിക്കുകയാണ്.